ഈ ഇഞ്ചിയെ നമുക്കൊരു ഇഞ്ചിക്കറി ആക്കിയാലോ? ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. നല്ല ഒരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ ഓണത്തിനോ വിഷുവിനോ പിറന്നാളിനോ അങ്ങനെ ഏത് വിശേഷ അവസരങ്ങളിലും നമുക്ക് ധൈര്യമായിട്ടൊരു സദ്യ വിളമ്പാം. ഇലയുടെ ഒരറ്റത്തേ ഉള്ളൂ ഇഞ്ചിക്കറിയെങ്കിലും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഒരു കല തന്നെയാണ്. അപ്പം നന്നായി ഒരു ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അതിനു മുൻപായി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങും. ഇഞ്ചിയൊക്കെ തൊലി നന്നായി കളഞ്ഞ് ഇതേപോലെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. ഒരുപാട് വീതി ഉണ്ടാവാൻ പാടില്ല കഷ്ണങ്ങൾക്ക്. തീരെ വീതി കുറഞ്ഞെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ആദ്യം തന്നെ കുറച്ച് വാളൻപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക. എങ്കിൽ മാത്രമേ പിഴിയാൻ സമയമാകുമ്പോഴേക്കും അത് നന്നായി കുതിർന്നു വരും. ഇഞ്ചിയെല്ലാം അരിഞ്ഞു വെച്ചു, പുളിയും വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇഞ്ചി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് ക്രമേണ ഇളക്കി കൊടുത്തുകൊണ്ട് വറക്കുക. മീഡിയം ഫ്ലെയിമിൽ കുറച്ച് കൂടുതൽ തീ ഞാനിപ്പോൾ വെക്കുന്നുണ്ട്. തുടക്കമായതുകൊണ്ടാണ് അങ്ങനെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ഇഞ്ചി മൂക്കും തോറും തീ ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇഞ്ചി പാകത്തിന് മൂത്തോ എന്നറിയാൻ എണ്ണയിൽ അതെല്ലാം നന്നായി പൊങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പോരാത്തതിന് നല്ല ബ്രൗൺ കളറും ആയിട്ടുണ്ട്. ഇനി കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ തീ ഓഫാക്കി ഇഞ്ചി കോരി മാറ്റുക. ബാക്കി ഇത്രയും എണ്ണയുണ്ട്. കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തന്നെ നമ്മൾ ഉപയോഗിക്കും. ബാക്കി വരുന്നത് മീൻ കറിക്കോ മീൻ വറക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാം. കോരി മാറ്റിയ ഇഞ്ചി ഒന്ന് ചൂടാറിയ ശേഷം ഇതേപോലെ ഒന്ന് ഒടിച്ചു നോക്കിയാൽ നന്നായി ഒടിയുന്നുണ്ടെങ്കിൽ ഇഞ്ചി നന്നായി മൂത്ത് വന്നു എന്നാണ് അർത്ഥം. ചൂട് നന്നായി ആറിയ ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇഞ്ചി പൊടിക്കുമ്പോൾ ഒരു ഫൈൻ പൗഡർ ആയിരിക്കില്ല. ഇതേപോലെ ഒരു ശകലം എണ്ണമയമുള്ള ഒരു അരപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ അത്രയും ആവുന്ന വിധം നന്നായി അരച്ചെടുക്കുക. 6-7 ചുവന്നുള്ളി ഇതേപോലെ ചെറുതായി അരിയുക. സവാള ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചുവന്നുള്ളിക്കാണ് കുറച്ചുകൂടെ മണവും രുചിയും കൂടുതൽ. പിന്നെ പച്ചമുളക് ഓപ്ഷണലാണ്. പച്ചമുളക് ചേർക്കാതെയും ഇരിക്കാം. ചേർക്കുകയാണെങ്കിൽ തീരെ കുറച്ച് ഒരെണ്ണമോ മറ്റോ ചേർത്താൽ മതി. ഇവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി നേരത്തെ ഇഞ്ചി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ഇനി അതിലേക്ക് ഒരൽപ്പം കടുകിട്ട് പൊട്ടിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും അതിലിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നന്നായി വഴണ്ട് വന്നാൽ മാത്രം മതി. വഴന്ന ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1-2 വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് ഇളക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക. മുളക് പൊടി വേഗം മൂക്കും. തീ വളരെ കുറച്ച് വെച്ച ശേഷം മാത്രം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുതിർന്നിരിക്കുന്ന പുളി ഇനി പിഴിഞ്ഞ് അത് മുഴുവനായി അടുപ്പിലിരിക്കുന്ന മൂത്ത ഉള്ളിയിലേക്ക് ചേർക്കുക. അതോടൊപ്പം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇപ്പം തന്നെ ഇത് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ വളരെയധികം തിക്കാവും. ആ സമയം ഒരല്പം ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് വളരെ കുറച്ച് സമയം തിളപ്പിക്കുക. ഏറ്റവും ഒടുവിലായി ഒരല്പം ശർക്കരയോ പഞ്ചസാരയോ കൂടെ ചേർത്ത് തീ ഓഫാക്കാവുന്നതാണ്. ഇഞ്ചിയുടെ മുളകിൻ്റെ എരിവിനും പുളിക്കും ഉപ്പിനും ഒപ്പം ശർക്കരയുടെയോ പഞ്ചസാരയുടെയോ ഒരല്പം മധുരം കൂടിയാകുമ്പോൾ ഇഞ്ചിക്കറി ഒന്നാം തരമാകും. അല്പം മാത്രമായി ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുക. ഞാനിന്ന് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കാറുള്ളത്. ഏതു തന്നെയായാലും രുചിയിൽ അങ്ങനെ വ്യത്യാസം വരില്ല. നിങ്ങൾ വീഗൻ ആണെങ്കിൽ ശർക്കര തന്നെ ഉപയോഗിക്കുക. തീ ഓഫാക്കി ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലിട്ട് ഭദ്രമായി ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും കേടാവില്ല. ഇഞ്ചി ദഹനത്തിനും മറ്റും വളരെ നല്ലതായതുകൊണ്ട് വീട്ടിലിടയ്ക്കിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട്. വളരെ ടേസ്റ്റിയായ ഇഞ്ചിക്കറിയുടെ റെസിപ്പി കിട്ടിയ സ്ഥിതിക്ക് സദ്യ വരെയൊന്നും നോക്കിയിരിക്കേണ്ട. ഉടനെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.